ഒരിക്കൽ മുതിർന്നവനും പ്രായം കുറഞ്ഞവനുമായ 2 സന്യാസിമാർ തങ്ങളുടെ യാത്രക്കിടയിൽ ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. അവിടെ മറുകര കടക്കാനാവാതെ വിഷമിച്ചു നിൽക്കുന്ന അതിസുന്ദരിയായ ഒരു യുവതിയെ അവർ കണ്ടു. സ്ത്രീകളെ തൊടില്ലെന്നും അവരിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും കഠിനമായ വ്രതമെടുത്തവരായിരുന്നു ആ സന്യാസിമാർ. യുവതിയുടെ വിഷമം കണ്ട മുതിർന്ന സന്യാസി ഒട്ടും മടിക്കാതെ അവളെ തോളിലേറ്റി പുഴ മുറിച്ചു കടന്ന് മറുകരയിൽ സുരക്ഷിതയായി ഇറക്കിവിട്ടു. യുവതി നന്ദി പറഞ്ഞു യാത്രയായി. സന്യാസിമാർ തങ്ങളുടെ യാത്ര തുടർന്നു. യാത്രയിലുടനീളം ഇളയ സന്യാസി അസ്വസ്ഥനായിരുന്നു. സ്ത്രീകളെ സ്പർശിക്കില്ലെന്ന വ്രതം ഗുരു ലംഘിച്ചല്ലോ എന്ന ചിന്ത അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. മണിക്കൂറുകളോളം അയാൾ മിണ്ടാതിരുന്നു. ഒടുവിൽ സഹിക്കാനാവാതെ അയാൾ മുതിർന്ന സന്യാസിയോട് ചോദിച്ചു, ഗുരോ, നമ്മൾ സന്യാസിമാരാണ്. സ്ത്രീകളെ സ്പർശിക്കില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്തതാണ്. എന്നിട്ടും അന്ന് ആ യുവതിയെ തോളിലേറ്റി പുഴ കടത്തിയത് എന്തിനാണ്? സഹോദര, ഞാൻ ആ യുവതിയെ 1 മണിക്കൂർ മുൻപ് പുഴക്കടവിൽ ഇറക്കിവിട്ടു. പക്ഷെ നീ ഇപ്പോഴും അവളെ നിന്റെ മനസ്സിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നിമിഷം സന്യാസി തിരിച്ചറിഞ്ഞു, ഏറ്റവും വലിയ ഭാരം ഒരിക്കലും നമ്മുടെ കൈകളിലല്ലെന്നും അവ നമ്മുടെ മനസ്സിലാണ് ജീവിക്കുന്നത്.